മുട്ടത്തറ കല്ലുമുടിലെ ഈ വീടിന് മുന്നിൽ കൂടി പുത്തൻ വസ്ത്രങ്ങളും അണിഞ്ഞ പുതിയ ബാഗും തൂക്കി പുസ്തകങ്ങളുമായി മറ്റു കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അതെല്ലാം നോക്കി മാത്രം നിൽക്കേണ്ടി വരുന്ന 2 കുട്ടികളുണ്ട് ഈ വീടിന്റെ ഉള്ളിൽ. അവർക്ക് സുരക്ഷിതമായ ഒരു താമസിക്കാൻ ഒരു വീട് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നിഖിതയുമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത്. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അനിയത്തിയോ? നിങ്ങൾക്ക് ഇതുവരെ ബുക്ക് പോലും വാങ്ങാൻ പറ്റിയില്ല എന്നറിയും. എന്താണ്? ഇതുവരെയായിട്ടും ബുക്ക് പോലും വാങ്ങിക്കാനും പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ സ്കൂളിലും പോയിട്ടില്ല. ചുവന്ന വീട്ടിലൊക്കെയാണ് ഞങ്ങൾ കിടക്കുന്നത്. അനിയത്തി ഇപ്പൊ സ്കൂളിൽ പോയിരിക്കുകയാണല്ലേ? HM ടീച്ചറാണ്. ഞങ്ങളെ കുറച്ചെങ്കിലും സഹായിക്കും. 8 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടില് എന്റെ അമ്മ, അനിയത്തി, ഞാൻ, എന്റെ ഒരു സുഖമില്ലാത്ത അമ്മ. അമ്മയ്ക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുന്നതാണ്? എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? പ്രസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പം എന്റെ അച്ഛൻ കഴിഞ്ഞ വർഷം ജൂലൈ 15 അസുഖമില്ലാതെ മരിച്ചപ്പോ അതുവരെ ഞാൻ ജോലിക്ക്, അച്ഛനും ജോലിക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ആയപ്പോ എനിക്കിങ്ങനെ ബ്ലീഡിങ് ഇതായിട്ട് എനിക്കിപ്പോ പോകാൻ പറ്റാതെ നിൽക്കുകയാണ്. ഒരു നിവൃത്തിയില്ല. ഭക്ഷണത്തിന് പോലും ആരും സഹായിക്കുന്നുമില്ല. അനേക ദിവസം പട്ടിണി തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്ത് പഠിക്കാനാണ് ആഗ്രഹം? ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, ജീവിക്കാൻ എന്തെങ്കിലും ഒരു സർക്കാർ ജോലി, അത്രയോ.